തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അതെൻ്റെ ജന്മനാടായ, ഞാൻ പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. എൻ്റെ അമ്മയുടെ നാട് കുഴൽമന്നത്താണ്. പിന്നീട് വന്ന് അച്ഛന് വെള്ളൂർ പേപ്പർ കമ്പനിയിൽ ജോലിയായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അതിനു മുമ്പ് അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. എയർഫോഴ്സിൽ നിന്ന് റിട്ടയറായിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ ജോലി സംബന്ധമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നാട്ടിലേക്ക് തെരഞ്ഞെടുപ്പാർത്ഥം പോവുകയാണ്. എല്ലാവരുടെയും സ്നേഹവും സഹകരണവും പ്രോത്സാഹനവും എല്ലാം പ്രതീക്ഷിക്കുന്നു. അല്ല, പ്രചരണം കൂടുതൽ ജനങ്ങളെ കാണുക, പരിചയപ്പെടുക, നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും. പ്രചരണത്തിന് അങ്ങനെ പ്രത്യേക തന്ത്രങ്ങളൊന്നും പ്രയോഗിക്കുന്നതിനായിട്ടുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല. ജനങ്ങൾക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്കിനി വളരെ പരിമിതമായ സമയമേ ഉള്ളൂ. ഞാൻ ഇന്നയാളാണ് എന്ന് അവിടെയുള്ളവരോ മറ്റൊരു മലയാളിയോട് പോയി പറയേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളതാണ് എനിക്ക് ഒരു ഉപകാരമായി മാറുമെന്ന് വിചാരിക്കുന്ന കാര്യം. അപ്പോൾ ചെല്ലുക, എല്ലാവരോടും ആത്മാർത്ഥമായി വോട്ട് അന്വേഷിക്കുക. എനിക്ക് മുൻപ് ഇരുന്ന MLA മാർ അത് ഷാഫി ഒരു വലിയ കാലഘട്ടം അവിടെ ഗംഭീരമായി നോക്കി നടത്തുകയും അവിടെ ഒരുപാട് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. തുടർന്ന് വന്ന രാഹുലും ആ മേഖലയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം കൊണ്ടുവന്ന നല്ല കാര്യങ്ങൾ, നല്ല പ്രവർത്തനങ്ങളുടെ തുടർച്ച ഏറ്റവും ഭംഗിയായിട്ടുണ്ടാക്കുക, കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഒരു പരിധിവരെ പാലക്കാടുള്ള ജനങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിനും മാനസികമായ സന്തോഷത്തിനുമായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. മമ്മൂക്ക അല്പം മുമ്പ്, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് കൂടെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിച്ചു. അദ്ദേഹം എനിക്കൊരു എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷനുള്ള ഒരാളാണ്. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചർച്ചകൾ ചെയ്തിട്ടുള്ളതും ആശയ സംവാദങ്ങൾ നടത്തുന്നതും മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം എത്രയോ മുഖ്യമന്ത്രിമാരെ അടുത്ത് പരിചയമുള്ള, കഴിഞ്ഞ കുറേ നാളുകളിൽ ഏറ്റവും സജീവമായി ഇവിടെ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും, എതിരഭിപ്രായങ്ങളാണെങ്കിൽ അതും വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആരെങ്കിലും നിർബന്ധിച്ച് പ്രചരണത്തിന് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇത് അദ്ദേഹം ഉത്തരം പറയേണ്ട കാര്യമാണ്. എങ്കിലും വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊണ്ടുവരാൻ പറ്റും.